ഇന്ന് ഏറ്റവും അധികം വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നത് വൃദ്ധജനങ്ങളുടെ പ്രശ്നങ്ങൾ. ഹോസ്പിറ്റലുകളും അതുപോലെ തന്നെ മറ്റ് ഹോസ്പിറ്റലുകളിൽ വൃദ്ധജന ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് പ്രത്യേകമായ വിഭാഗം തന്നെ രൂപീകരിക്കപ്പെട്ടിരിക്കുന്നു. വാർത്തകളിൽ നാം കാണുന്നത് വഴിയിൽ ഉപേക്ഷിച്ചു പോയ വൃദ്ധയായ മാതാവിനെ പൊതുപ്രവർത്തകർ രക്ഷപ്പെടുത്തി വൃദ്ധസദനത്തിൽ എത്തിച്ചു എന്ന വാർത്ത, വീട്ടിൽ ചികിത്സയും ഭക്ഷണവും കിട്ടാതെ നരകയാതന അനുഭവിച്ച വൃദ്ധനെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തി വൃദ്ധസദനത്തിൽ എത്തിച്ച വാർത്ത, കൊല ചെയ്യപ്പെട്ട തനിയെ താമസിച്ചിരുന്ന വൃദ്ധജനങ്ങൾ കൊല ചെയ്യപ്പെടുന്നതിൻ്റെ വാർത്ത, ആഭരണങ്ങളും മറ്റ് സാധനങ്ങളും മോഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ട് ഇത്തരം വാർത്തകളാണ് നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിന് കാരണം ഒന്നാലോചിച്ചാൽ നമ്മൾ കൂടിയാണ്, നമ്മളുടെ ചിന്താഗതികൾ കൂടിയാണ്. സമൂഹത്തിൻ്റെതായ ചില സങ്കുചിതമായ ചിന്താഗതികളാണ് ഇവയ്ക്ക് കാരണമെന്ന് നമ്മൾക്ക് കണ്ടെത്താനായിട്ട് കഴിയും. അതിന് കാരണം നമ്മളുടെ മാതാപിതാക്കളെ ഏതെങ്കിലും ഒരു വൃദ്ധസദനത്തിൽ പാർപ്പിക്കാനായിട്ട് ഏൽപ്പിച്ചാൽ അത് വലിയൊരു അപരാധമായിട്ടാണ് ഇന്നത്തെ സമൂഹം കാണുന്നത്. സമൂഹത്തിന്റെ കാഴ്ചപ്പാട് ആ രീതിയിൽ രൂപപ്പെടുത്തി വെച്ചിരിക്കുകയാണ് നമ്മൾ. അതേസമയം അതാണോ സത്യം? നമ്മൾ വാർത്തകളിൽ അറിയാത്ത എത്രയോ വൃദ്ധജനങ്ങൾ കുടുംബത്തിൽ നരകയാതന അനുഭവിക്കുന്നുണ്ട്. അവരുടെ അഭിമാനം കാരണം അവർ പുറമേ പ്രകടിപ്പിക്കുന്നില്ല. വേദന അനുഭവിക്കുന്ന എത്രയോ മാതാപിതാക്കൾ, ശ്രദ്ധിക്കപ്പെടാത്ത എത്രയോ മാതാപിതാക്കൾ, അവർ മക്കളോടുള്ള വാത്സല്യവും സ്നേഹവും മനസ്സിൽ സൂക്ഷിക്കുന്നത് കൊണ്ട് അവർ പുറത്തു പറയുന്നില്ല എന്ന് മാത്രം. ഇവർക്കും വേണ്ടേ ഒരു ഗുണപരമായ ജീവിതം. ഇവരുടെ ആരോഗ്യകാലത്ത് ഇവര് നല്ലൊരു ജീവിതം നയിച്ചു, അവരുടെ കുട്ടികളെ നന്നായി വളർത്തി, അതിനുശേഷം വാർദ്ധക്യത്തിൽ ഈ കുട്ടികൾക്ക് അവരുടെ ബാധ്യതയായി തീരാതിരിക്കാൻ നോക്കേണ്ടത് സമൂഹത്തിന്റെ ഒരു ബാധ്യത കൂടിയാണ്. സമൂഹം വെച്ചു പുലർത്തുന്ന ചിന്താഗതി അവർക്കൊരു ബാധ്യതയായി തീരുന്നു, കുട്ടികൾക്കും ഈ വൃദ്ധജനങ്ങൾക്കും. ഈ ചിന്താഗതി മാറ്റുമ്പോൾ കാര്യങ്ങൾ വളരെ സുഗമമാകുന്നു. എല്ലാ രീതിയിലുമുള്ള എല്ലാ വിഭാഗങ്ങൾക്കും വേണ്ട വൃദ്ധമന്ദിരങ്ങൾ ഇവിടെ ഉണ്ടാവണം. വിദേശ രാജ്യങ്ങളിലെ പോലെ തന്നെ വിദേശ രാജ്യങ്ങളിൽ ഒരു വൃദ്ധ മാതാവിനെയോ പിതാവിനെയോ വീട്ടിൽ സൂക്ഷിക്കണമെങ്കിൽ, വീട്ടിൽ സംരക്ഷിക്കണമെങ്കിൽ ഗവൺമെന്റിന്റെ പെർമിഷൻ ആവശ്യമുണ്ട്. കാരണം കൃത്യമായ രീതിയിൽ അവരെ പരിപാലിക്കുമെന്നും അവർക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കുമെന്നും ഉറപ്പ് കൊടുക്കണം. ഇന്ത്യയിലെ മറ്റല്ല, അത്തരമൊരു വ്യവസ്ഥ നമുക്കില്ല. നമ്മളുടെ ഓരോ വിഭാഗത്തിനും വേണ്ട, നമ്മൾ 5 നക്ഷത്രം 4 നക്ഷത്രം എന്നൊക്കെ പറഞ്ഞ് ഈ അനാഥാലയങ്ങളെ വേർതിരിച്ച് പുച്ഛിച്ചിട്ട് കാര്യമില്ല. അതൊക്കെ ഇവിടെ വരണം. ഗവൺമെന്റ് മേഖലയിലും വരണം, സ്വകാര്യ മേഖലയിലും വരണം, സന്നദ്ധ സേവകരുടെ മേഖലയിലും വരണം. അങ്ങനെ വരുമ്പോൾ എല്ലാ വിഭാഗം ജനങ്ങൾക്കും ഇതിനെ ഒരു അവജ്ഞയോടെ കാണുന്ന ഒരു സാഹചര്യം ഒഴിവായി കിട്ടും. നമ്മളുടെ മാതാപിതാക്കൾ ഇന്ന് നമ്മളുടേതായ തെറ്റുകളല്ല. കാരണം ഞാൻ പറയാൻ കാരണം എന്താ വെച്ചാൽ, ഇവിടെ ഇന്നത്തെ സാഹചര്യത്തിൽ വളരെ തിരക്കിട്ട ജീവിതമാണ് എല്ലാവരും നയിക്കുന്നത്. വളരെ അണുകുടുംബത്തിൽ എത്തിയിരിക്കുന്നു നമ്മൾ. അണുകുടുംബത്തിന്റെ സാധ്യതകൾ, അതിന്റെ പരിമിതികൾ, ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് രണ്ടുപേരും ജോലിക്ക് പോകുന്നു, കുട്ടി വിദ്യാഭ്യാസത്തിന് പോകുന്നു, കുടുംബം ഒരു ഏകാന്തതയിലാണ് മാതാപിതാക്കൾ ജീവിക്കുന്നത്. അവരുടെ ഏകാന്തത പലപ്പോഴും വിഷാദ രോഗങ്ങൾക്കാണ് വാർദ്ധക്യത്തിൽ ഇടയാകുന്നത്. ഇത്തരം വിഷാദ രോഗികളായി മാറുന്നതിന് പകരം ഇവരുടെ അതേ നിലവാരത്തിലുള്ള ഇതേ ഏജ് ഗ്രൂപ്പിലുള്ള ആളുകളുമായിട്ട് ഇവർക്ക് ഇടപെടാനുള്ള സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ, അവരുടെ ചിന്താഗതികൾക്ക് യോജിക്കുന്ന രീതിയിൽ അവരുടെ രുചിഭേദങ്ങൾക്കനുസരിച്ച് ഭക്ഷണം കിട്ടുന്ന ഒരു സ്ഥലം, അവരുടെ പ്രാർത്ഥന വളരെ നന്നായി നിർവഹിക്കാൻ പറ്റുന്ന ഒരു അവസരം, അവരുടെ രോഗകാര്യങ്ങൾക്ക് കൃത്യമായ രീതിയിൽ ചികിത്സ കിട്ടുന്ന ഒരു സ്ഥലം, അതുപോലെ ശാന്തമായ ഒരു മരണത്തിനായിട്ട് അവരെ ഒരുക്കാൻ പറ്റുന്ന ഒരു സ്ഥലം,
ഇത്തരമൊരു സ്ഥലമാണ് നമുക്ക് ഇവിടെ വേണ്ടത്. അവരുടെ പ്രായാധിക്യത്തിൽ അവരെ ഏതെങ്കിലും കോണിൽ തള്ളേണ്ടവരല്ല, അവരെ സംരക്ഷിച്ചു നിർത്തേണ്ടവരാണ്. സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളല്ല ഇവിടെ പ്രശ്നം, നമ്മുടെ മനസ്സിന്റെ കെട്ടുകളാണ് ഇവിടെ പ്രശ്നം. ആ കെട്ടുകൾ അഴിയട്ടെ. എല്ലാവർക്കും, കുട്ടികൾക്കും വളരെ മനോഹരമായ ജീവിതം അവർക്ക് നയിക്കാൻ പറ്റട്ടെ. മാതാപിതാക്കൾക്കും അവർക്കും ശാന്തമായ ഒരു ജീവിതം നയിക്കാൻ കഴിയട്ടെ. അതിനുവേണ്ട ഒരു സാഹചര്യം, സമൂഹക്രമം ഇവിടെ രൂപപ്പെടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ജയ് ഹിന്ദ്.